നേരെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 6, 11, 21, 36, 56. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്കുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നോക്കേണ്ടത്. 6 + 5 ആണ് 11, 11 + 10 ആണ് 21. ഇനി അതേപോലെ ഇവിടെ വരുന്നത് 15 ആണ്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, എന്താണ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യാം. ഞാൻ ഒരാൾ എങ്കിലും ആൻസർ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഫൈനൽ ആൻസർ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം 76ഉം 81ഉമാണ് ഇവിടെ വന്നിട്ടുള്ള. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലര് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലാസ്റ്റ് ആഡ് ചെയ്ത നമ്പർ 20 ആണ് അല്ലെ. 36 + 20 56 ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 56+ ഈ ആഡ് ചെയ്തിട്ടുള്ള 20 അങ്ങോട്ട് ആഡ് ചെയ്യും, എന്നിട്ട് 76 ആണ് ആൻസർ എന്ന് പറയും. ചിലര് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ലാസ്റ്റ് ഉള്ള നമ്പറിന്റെ ഡിഫറൻസ് കണ്ട തൊട്ട് മുമ്പുള്ള നമ്പറിന്റെ ഡിഫറൻസ് കൂടി നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് സെയിം കോൺസ്റ്റന്റ് ആണോ ആഡ് ചെയ്യണത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നമ്പേഴ്സ് തമ്മിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കണ്ടു 5, 10, 15, 20 എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ നമ്മുടെ ഫൈനൽ ആൻസർ 25 ആയിരിക്കും ആഡ് ചെയ്യുക. സോ 56 + 25 എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആൻസർ വരിക 81 ആണ്. സോ ഒരുവിധം ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചാടിക്കയറി പറയണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുക എന്താണ് സംഭവം എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 47, 30. ഇതിപ്പോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൽ ഫുള്ള് അഡിഷൻ ആണ് വന്നത്, 5, 10, 15. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ വരുന്നത് നോക്കിയേ, 47, 38. ഇത് ഇങ്ങനെ ചെറുതായിട്ടാണ് വരുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി എ സബ്ട്രാക്ഷൻ സീരീസ് ആയിരിക്കും വരിക. നിങ്ങൾ നോക്കി എന്താണ് വരിക എന്നുള്ളത്. അപ്പൊ ആദ്യം കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെയാണ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാം കുറെ പേര് വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ എന്നൊന്നും കരുതണ്ട, കാരണം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തുണ്ട് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നോക്കി എന്താണ് വരിക എന്നുള്ളത് കമന്റ് ചെയ്തോളൂ. ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് 34ഉം 30യുമാണ് വന്നിരിക്കുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 47, 38 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെ നമ്മൾ 47ൽ നിന്ന് നമുക്കറിയാം എത്രയാണ് ഇവിടെ സബ്ട്രാക്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ മേ ബി കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പ വഴിയാണ് പറയുന്നത്. ലാസ്റ്റ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4, ഇവിടെ 5, ഇവിടെ അതേപോലെ തന്നെ 17ഉം 6ഉം 23. സോ നിങ്ങൾ കണ്ടോ, ഒറ്റയടിക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് ഫസ്റ്റിലോട്ട് വന്നാൽ മതി. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 23നോട് 7 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തേ വരുള്ളൂ, 30 മാത്രമേ വരുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് 47 മൈനസ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 9 ആണെന്ന് കിട്ടും. പക്ഷെ അതിനേക്കാളും പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഇങ്ങോട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. സോ 30 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഏറ്റവും സിമ്പിൾ ആണ്. നിങ്ങൾ പറഞ്ഞോളൂ എന്താ ആൻസർ. അപ്പോ ഇത് നമുക്ക് കാണുമ്പോ തന്നെ 32 ആണോ, 36 അല്ലേ? യെസ്. അപ്പോ ഇവിടെ നമുക്ക് കാണാം സ്ക്വയർ നമ്പർ ആണ്. എല്ലാ നമ്പറും സ്ക്വയർ നമ്പർ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് സ്ക്വയർ സീരീസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു സ്ക്വയർ സീരീസ് ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് 2 സ്ക്വയർ, ഇത് 4 സ്ക്വയർ, ഇത് 8 സ്ക്വയർ, ഇത് 10 സ്ക്വയർ. അപ്പൊ ഇത് ഈവൻ കുറച്ച് വലിയ നമ്പർ തന്നാൽ പോലും നിങ്ങൾക്ക് ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോ ഇവിടെ നമുക്ക് വരുന്നത് 6 സ്ക്വയർ ആയിരിക്കും. 6 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും പറയാൻ പറ്റും എന്ത് 36 ആണെന്ന്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ചിലപ്പോ കുറച്ച് ടൈം എടുത്ത് നിങ്ങളൊന്ന് നോക്കി എന്താണ് കിട്ടുന്നുണ്ടോ നോക്കിയേ. 1, 3, 12, 60. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മൾ ആദ്യം അഡിഷൻ ചെയ്തു, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്തു.
ഇതെന്താണ് വരുന്നത് എന്നുള്ളത് നോക്കിയേ. മേ ബി ഇത് നമ്പർ പെട്ടെന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അയ്യോ സ്ലൈഡ് മാറിയില്ലേ, സ്ലൈഡ് മാറിയില്ല, ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, സ്ലൈഡ് മാറിയിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നിങ്ങൾ നോക്കിയേ, അതാ ഫോർത്ത് വൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 3 12 എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, നമ്പേഴ്സ് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് ഈ സംഭവം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ത്, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം. അപ്പൊ ഇത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു വേ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ കൂടുന്നുണ്ട്. 1 3 12 60 എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്പർ കൂടുന്നുണ്ട്. സോ നിങ്ങൾ പറഞ്ഞ ചിപ്പി എന്തോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, റേസ് ദ ഹാൻഡ് എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ സ്ലൈഡിൽ കമന്റ്, ഐ മീൻ എന്താ പറയാ, ഇൻകോൾ മെസ്സേജസിൽ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെ 1 into 3 ആണ് 3 എന്ന് പറയുന്നത്. ഇനി 3 into 4 ആണ് 12. ഇനി 12 into 5 ആണ് എന്ത്, 60. ഇനി 60 into എന്താ വരിക, 6 ആണ്, അതെന്താ വരിക, 360 ആണ് വരിക. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏറ്റവും ആദ്യം ബി കമന്റ് ചെയ്തിട്ടുള്ള അബൂബക്കർ മുതൽ കുറെ പേര്, ശിവപ്രസാദ്, യദുകൃഷ്ണ, കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. സോ 360 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, 0 4 18 48 100 ഇതാണ് തന്നിട്ടുള്ളത്. ഹലോ, സൗണ്ട് കേൾക്കുന്നില്ലേ? പെട്ടെന്ന് എന്റെ ഇത് ഇയർഫോൺ ഒന്ന് ഊരിപ്പോയി. ഹലോ, സൗണ്ട് കേൾക്കുന്നില്ലേ? ഹലോ, ഓഡിബിൾ അല്ലേ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരിക നോക്കിയേ. ഓക്കെ, അപ്പോ 0 4 18 48 100. അപ്പോ ഇതിന്റെ ആൻസർ ഇതുവരെ ആരും കമന്റ് ചെയ്ത് കണ്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വരുന്നത് നോക്കാം. അപ്പൊ ഇവിടെ 180 കമന്റ് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാണോ, കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ചെയ്തത്? ഇപ്പൊ സോജു കമന്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ശിവപ്രസാദ് കമന്റ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ആൻസർ വരുന്നത്? കമന്റ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഇത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം. ഇത് വെറും ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം മാത്രമല്ല, ഇതില് സം അതർ ഓപ്പറേഷനും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പ്രോബ്ലം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതില് എന്താ പറയാ, കോമ്പിനേഷൻ ഓഫ് ഏതെങ്കിലും രണ്ടെണ്ണം, മുകളിൽ തന്നിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആവാം, അഡിഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, ഏത് വേണമെങ്കിലും വരാം. സോ ആ രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടേണ്ടതാണ്. ആരും പറയുന്നില്ലല്ലോ. മേ ബി മൈക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ ഇവിടെ ഏറ്റവും ആദ്യം എന്തായാലും ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതില് നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എന്താ പറയാ, ഒരു ഡബിളിന്റെ അടുത്ത് ഇൻക്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 48 ആണെങ്കിൽ അതിന്റെ ഡബിളിന്റെ അടുത്തുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 18 എന്ന് പറഞ്ഞാൽ 18 18 36 18 എന്താ പറയാ 46 54, ഏകദേശം ഒരു എന്താ പറയാ 3 ടൈംസിന്റെ റേഞ്ചിലാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു 4 ടൈംസിന്റെ റേഞ്ചിലാണ് വരുന്നത്. സോ ആ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരിക എന്ന് പറയാൻ പറ്റും. എത്ര റേഞ്ചിലാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഈ നമ്പർ ഈ രീതിയിൽ വന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വോയിസിൽ പറയാൻ പറ്റും, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ആരും പറയുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആൻസർ പറയാം. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ആൻസറിൽ മാറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒന്ന് രണ്ട് രീതികളിൽ ചെയ്യാൻ പറ്റും. മേ ബി
മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡിഷൻ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതൊരു നമ്പർ സീരീസ് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ആ നമ്പർ ഇവിടെ ഒന്നുകൂടി എഴുതുകയാണ്, മൊത്തത്തിൽ ആൻസർ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ 0, 4, 18, 48 അതേപോലെ തന്നെ 100 ആണ് വരിക. ഇവിടെ n² ഇൻറ്റു n എന്നാണ് ഇവിടെ സോജു പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1² ഇൻറ്റു 1 മൈനസ് 1, അതേപോലെ തന്നെ 2² ഇൻറ്റു 2 മൈനസ് 1, അതേപോലെ തന്നെ 3² ഇൻറ്റു 3 മൈനസ് 1, അതേപോലെ തന്നെ 4² ഇൻറ്റു 4 മൈനസ് 1. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻ ഇവിടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സോജു ഇവിടെ വേറെ മെത്തേഡ് വന്നല്ലോ. ഞാൻ വേറെ മെത്തേഡായിരുന്നു, ഏതായാലും രണ്ട് മെത്തേഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1² ഇൻറ്റു 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 വന്നിട്ടുണ്ട്. 2² 4 ആണ്, 4 ഇൻറ്റു 1 4 ആണ്. ഇനി 3² ഇൻറ്റു 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 2 18 ആണ്. ഇനി ഇവിടെയാണെങ്കിൽ 16 ഇൻറ്റു 3 ആണ് വരിക. ഇനി അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ 25 ഇൻറ്റു 4 ആണ് വരിക. ഇതാണ് നമ്മുടെ സോജു പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഇതാണ്. ഇനി അതേപോലെ തന്നെ അരുണ് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1³ മൈനസ് 1³ മൈനസ് 1 നമുക്ക് ചെക്ക് ചെയ്യാം, 0. ഇനി അതേപോലെ തന്നെ 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. അതിൽ നിന്ന് നമ്മൾ 4 കുറയ്ക്കുക. 8 നിന്ന് 4 കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് 2³ മൈനസ് 2² ആണത്. ഇനി അതേപോലെ തന്നെ 3³ മൈനസ് 3², ഇവിടെ 9 എന്നാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ 4³ മൈനസ് 4² നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് 64ൽ നിന്ന് നിങ്ങൾക്ക് കുറയ്ക്കേണ്ടി വരും 16 ആണ്. അപ്പൊ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ 180 ആണെന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടാമത്തെ രീതിയാണ്. ഇനിയിപ്പോ ഇതൊന്നും അറിയില്ല, ഈ രീതിയിലൊന്നും ചെയ്യാൻ കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, 0യും 4ഉം തമ്മിലുള്ള ഡിഫറൻസ് +4 ആണ്. ഇനി അതേപോലെ തന്നെ 4ഉം 18ഉം തമ്മിലുള്ള ഡിഫറൻസ് +14 ആണ്. ഇവിടെയാണെങ്കിലോ +30 ആണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 48നോട് 52 ആണ് ആഡ് ചെയ്യണത്. ഇപ്പോ 4, 14, 30, 52 എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിപ്പോ എങ്ങനെയാണ് വരുന്നത്, കറക്റ്റ് ഒരു പാറ്റേൺ പറയാൻ പറ്റുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ നോക്കി അടുത്ത ലെയർ ആയിട്ട് നിങ്ങൾ ഒന്നുകൂടി ഡിഫറൻസ് നോക്കിയേ. 4നോട് 10 കൂട്ടിക്കഴിഞ്ഞാലാണ് 14 വരിക. ഇനി 14നോട് നിങ്ങൾക്ക് കൂട്ടേണ്ടി വരിക 16 ആണ്. ഇനി 30യോട് നിങ്ങൾക്ക് കൂട്ടേണ്ടി വരിക എന്താണ്, ഇവിടെ 30 പ്ലസ് എത്രയാണ് 52, 22 ആണ്. ഇവിടെയുള്ള ഓരോ നമ്പർ തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങൾ നോക്കിയാൽ 10നോട് 6 കൂട്ടി 16, 16നോട് 6 കൂട്ടി 22. ഇനിയിപ്പോ 22നോട് നിങ്ങൾ 6 കൂടി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 മാറും 28 ആയിരിക്കും. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. പക്ഷെ നിങ്ങൾ സ്ക്വയർ ക്യൂബ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം സ്ക്വയർ ക്യൂബാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ മിക്കവാറും പ്രോബ്ലംസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ എപ്പോഴും സ്ക്വയർ ക്യൂബ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി ഇതല്ലാതെ വേറെ മൾട്ടിപ്ലിക്കേഷന്റെ രീതിയിലേക്കും ഈ പ്രോബ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ 48ന്റെ ഡബിൾ ആണ് 100, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 18ന്റെ 3 ടൈംസ് ആണ്, 4ന്റെ 4 ടൈംസ് ആണ്, ആ ഒരു റേഞ്ച് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ പോകണ്ട. ഇവിടെ ഓൾറെഡി 3 മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തോന്ന് പറഞ്ഞല്ലോ, ആരോ എന്തോ എനിക്കറിയില്ല, ചിലപ്പോ നോയ്സ് വന്നായിരിക്കും. അപ്പൊ എനിവേ, സോ ഇത് പല രീതികളിൽ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഏറ്റവും നല്ല മെത്തേഡ് ആയിട്ട് ഇവിടെ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ n³ മൈനസ് n² ഫോമിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ട് തോന്നിയത്. ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷെ n³ മൈനസ് n². അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതിനേക്കാളും ഒക്കെ പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ഇടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 കോമ്പിനേഷൻ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ അല്ല, 2 ഓപ്പറേഷൻ, അത് വേറെ വേറെ സ്റ്റെപ്പുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. നോക്കിയേ എന്താ വരുന്നത് നോക്കിയേ. ആ കമോൺ നിങ്ങൾ ഈ നമ്പർ എല്ലാ നമ്പറുമായിട്ട് നോക്കണം എന്നില്ല. ഒരു നമ്പറിൽ നിന്ന് അടുത്തതിലേക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ മതി. അരുൺ പെട്ടെന്ന് കമന്റ് ചെയ്തു. നിങ്ങൾ ഈ രണ്ട് നമ്പർ നോക്കിയേ, 7 14 18 36. അപ്പൊ ഇവിടെ എന്താ വരിക നോക്കിയേ, 40 ആണെങ്കിൽ ഇവിടെ ശരത്തും അരുണും അതേപോലെ ചിപ്പിയും കമന്റ് ചെയ്തു 80 ആണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇതിന്റെ ഇടയിലുള്ള ഈ ഓപ്പറേഷൻ എന്താ നോക്കണ്ടേ? ഒരാവശ്യമില്ല, നിങ്ങൾ ഇത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3നോട് ആഡ് ചെയ്യുന്നത് 4 ആണ്, ഇവിടെ 14നോട് ആഡ് ചെയ്യുന്നതും 4 ആണ്, 36നോട് ആഡ് ചെയ്യുന്നതും 4 ആണ്. ഇനിയിപ്പോ ഇവിടെ 1 4 1 5 1 6 ആണെങ്കിലും അത് നമ്മളെ ബാധിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മിസ്സിംഗ് ആയിട്ട് കാണിച്ച നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഡബിള് വരുന്ന പൊസിഷനിലാണ് മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, പെട്ടെന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതെന്താ വരിക എന്നുള്ളതൊന്ന് നോക്കിയേ. 12 9 5 0. സോ ഇതിൽ എന്തായാലും സബ്ട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് എന്താന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. സബ്ട്രാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊരു സബ്ട്രാക്ഷൻ സീരീസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിൽ വേറെ ഓപ്പറേഷൻ ഒന്നുമില്ല. അടിപൊളി ആൻസേഴ്സ് പെട്ടെന്ന് വരുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഓക്കെ, അപ്പം ഇത് പല എക്സാമുകൾക്കും, ഫോർ എക്സാമ്പിൾ എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് ഉണ്ടല്ലോ, എന്താ പറയാ റെയിൽവേ പോലെയുള്ള എക്സാമുകൾ, അതുപോലെയുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പറയാ, സെൻട്രൽ എക്സാമുകൾക്ക് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സെൻട്രൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ എന്താ പറയാ, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ലോ ലെവൽ ഉണ്ടാവാം. ചിലപ്പോൾ ഹൈ ലെവൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധാ ഇപ്പൊ ഒരു എക്സാം ആകുന്ന സമയത്ത് അതിൽ എന്താ പറയാ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കും, ചില ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ നിങ്ങൾക്ക് പല എക്സാമുകൾക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്. കാരണം ഇവിടെ ഡിഗ്രി അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് ആദ്യം 3, പിന്നെ 4, പിന്നെ 5, ഇനി അടുത്തത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, 6 ആയിരിക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താ വരുന്നത് നോക്കിയേ, 7 12 19 ക്വസ്റ്റ്യൻ മാർക്ക് 13. പെട്ടെന്ന് കിട്ടേണ്ടതാണ്. എന്താണ് വരിക? നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം നമ്പർ തമ്മിലുള്ള ഗ്യാപ്പ് യൂണിഫോം ആണോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ഗ്യാപ്പ് ആണോ നോക്കുക. അത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോഴേക്കും ഹരികൃഷ്ണനും അതേപോലെ തന്നെ ഗോകുലും ശരത്തൊക്കെ ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട് 28 ആണ്. അപ്പൊ ഇതെന്താ ബാക്കി കുറെ പേർക്ക് കിട്ടാത്തത്? ഒരു വിഷയമല്ല, കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ, അപ്പൊ അവര് ആ രീതിയിൽ ആയിരിക്കില്ല നോക്കുന്നത്. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണിത്. കാരണം നിങ്ങൾ നോക്കിയ 7നോട് 5 ആണ് ആഡ് ചെയ്യുന്നത്, 12നോട് 9 ആണ്, 12നോട് എന്താ പറയാ 7 ആണ് ആഡ് ചെയ്യുന്നത്. ഇനി 19നോട് നിങ്ങൾ ആഡ് ചെയ്യുന്ന നമ്പർ എന്താണോ ആ നമ്പർ വെച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അതേ പാറ്റേണിലാണോ ഈ 13 വരുന്നത് എന്ന് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇത് ചിലപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ, പ്രൈം നമ്പറും വന്നേക്കാം. സോ നിങ്ങൾ നോക്കിയ 19നോട് നിങ്ങൾ 9 ആഡ് ചെയ്താൽ 28 കിട്ടും. ഇനി 28നോട് നിങ്ങൾ 11 ആഡ് ചെയ്താൽ 39 കിട്ടൂലേ? കിട്ടും. അതുകൊണ്ട് എന്താ ആൻസർ? 28 ആണ് ആൻസർ. ചിലപ്പോൾ പ്രൈം നമ്പറും വരാം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, നിങ്ങൾ ജസ്റ്റ് നോക്കണം ലാസ്റ്റ് 39 എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പെട്ടെന്ന് പറയേണ്ടതാണ്. പക്ഷെ ചിലരെന്ത് ചെയ്യും, ഈ പോയിന്റ് ഒക്കെ കണ്ട് അയ്യോ എനിക്ക് പോയിന്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, പേടിയാണെന്നൊക്കെ പറയും. അങ്ങനെ പേടിയൊന്നും വേണ്ട. നിങ്ങൾ ഈ നമ്പർ നിങ്ങൾ ഈ നമ്പറിനെ വേണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താലും മതി. 0.5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 50 വരും. ഇനി 0.55നെ മൾട്ടിപ്ലൈ ചെയ്താലോ 55 65 80. അടുത്ത നമ്പർ എന്താ, ഇത് പറഞ്ഞാലും മതി, ഒരു കുഴപ്പമില്ല. സോ ഇവിടെ ആൻസർ കമന്റ് വന്നിട്ടുള്ളത് പല ആൻസേഴ്സ് ഉണ്ടല്ലോ. 1 വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 0.95 ആണ് വൈശാഖ് കമന്റ് ചെയ്തിട്ടുള്ളത്. അബൂബക്കർ പറയുന്നത് 1 ആണെന്നാണ്, ഗോകുൽ പറയുന്നത് D ആണ്. കറക്റ്റ് ആണ്. സോ
നിങ്ങൾ നോക്കി, ഇവിടെ 50യോട് 5 ആണ് ആഡ് ചെയ്തത്. ഇവിടെയാണെങ്കിലോ 10 ആണ് വന്നത്. ഇവിടെയാണെങ്കിലോ 15 ആണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യുന്നത് 20 ആണ്. 20 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ? 100 കിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിന്റ് വന്നാലും നിങ്ങൾക്ക് ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല, പോയിന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എങ്ങനെ വന്നാലും നിങ്ങൾ ഈ നമ്പേഴ്സ് തമ്മിലുള്ള പാറ്റേൺ നോക്കുക. അപ്പോൾ 0.5നോട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആഡ് ചെയ്യണത് 0.05 ആണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? 0.10 ആണ്. ഇവിടെ ആഡ് ചെയ്യുന്നതോ 0.15 ആണ്. എന്ന് പറഞ്ഞാൽ 5, 10, 15, 20 എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, സോ 1 ആണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 5, 11, 24, 51, 106. ഇതെന്താ വരുന്നത് നോക്കിയേ. ഇവിടെ നമ്മൾ ഈ നമ്പർ ഇപ്പൊ ആദ്യം തന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്പർ ഇങ്ങനെ നോക്കുക, എന്തായിരിക്കും ഇവിടെ റിലേഷൻ? അഡിഷൻ ആണോ, അല്ലെ സബ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം. 5ന്റെ ഡബിൾ ആണ് 10, 11ന്റെ ഡബിൾ ആണ് 22, 24ന്റെ ഡബിൾ ആണ് 48. സോ കാണുമ്പോൾ തന്നെ ഏതൊരു കുട്ടിക്കും പറയാൻ പറ്റുന്നത് ഇതെന്തോ മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും ഉണ്ട്. അത് നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാവും. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. എന്തായാലും വെറും മൾട്ടിപ്ലിക്കേഷൻ അല്ല, പിന്നെ എന്താണ്? അല്ലെങ്കിൽ ആൻസർ എന്താന്നുള്ളത് കമന്റ് ചെയ്തോളൂ. യെസ്, 217 എന്നുള്ള ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് അഡിഷൻ ആണ് വന്നിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ 217ഉം 214ഉമാണ് ആൻസർ കമന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്നുള്ളത് നോക്കാം. ഇവിടെ *2 + 1, ഇവിടെ *2 + 2, ഇവിടെ *2 + 3, ഇവിടെയോ *2 + 4 ആണ് വന്നിട്ടുള്ളത്. അപ്പോ 106 എന്ന് പറഞ്ഞാൽ 51 × 2, 102 + 4. ഇനി നമ്മൾ ചെയ്യേണ്ടത് *2 + 5 ആണ്. എന്ന് പറഞ്ഞാൽ 106 × 2 എന്ന് പറയുമ്പോൾ 212 + 5 എന്ന് പറയുമ്പോൾ 217 ആണ് ആൻസർ വരിക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യം ആൻസർ പറഞ്ഞ ആരായിരുന്നു? നുഅ്മാൻ അല്ലേ? നുഅ്മാൻ ആണ് ആദ്യം ആൻസർ കമന്റ് ചെയ്ത് 217. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് 4, 9, 13, 22, 35. ഇത് ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, വലിയ ഗ്യാപ്പ് ഒന്നുമില്ല, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ നോക്കാം. എന്താ വരിക? അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇത് അഡിഷൻ ചെയ്ത് നോക്കുക. 4ഉം 5ഉം 9, ഇനി 9ഉം 4ഉം 13, ഇനി 13നോട് എന്താ പറയാ ഇവിടെ ആഡ് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 13ഉം 9ഉമാണ് 22. ഇനി 22നോട് ആഡ് ചെയ്യണത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 22ഉം 13ഉമാണ് 35. അപ്പൊ എന്താ ഇപ്പൊ ചെയ്യണത്? അപ്പൊ ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് എന്താ പറയാ ഈ ഗ്യാപ്പ് നോക്കിയിട്ട് ഒരു ബന്ധവും കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ ആൻസേഴ്സ് കമന്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ, നിങ്ങൾ എങ്ങനെയാണെന്നൊന്നും പറയണമെന്നില്ല. ഓക്കെ, ആൻസേഴ്സ് കുറെ പേർക്ക് കിട്ടിയെന്നുള്ള എനിക്ക് മനസ്സിലായി, അപ്പൊ പറയണമെന്നില്ല. ഈ 4ഉം 9ഉം നോക്കുക, അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ വരിക? 13 ആണ് വരിക. ഇനി 9ഉം 13ഉം കൂടി ആഡ് ചെയ്ത് എന്താ വരിക? 22 ആണ് വരിക. ഇനി അതേപോലെ തന്നെ 13ഉം 22ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 35 ആണ് വരിക. ഇനി അതേപോലെ തന്നെ 22 + 35 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 57 ആണ് വരിക. സോ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോ നിങ്ങൾ ആദ്യം ഇങ്ങനെ നോക്കുക ഡിഫറൻസ്. ആദ്യം 5, പിന്നെന്താണ് 9ഉം 4ഉം. ആ ഒരു ഗ്യാപ്പ് അത്ര പെർഫെക്റ്റ് ആവുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നോക്കേണ്ട മറ്റു പല ഓപ്പറേഷൻ ആണോ? എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വരില്ല, കാരണം നമ്പേഴ്സ് തമ്മിലുള്ള അഡിഷൻ. ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഏതായാലും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഹലോ, ആരോ മ്യൂട്ട് ചെയ്യാൻ മറന്നുപോയതാന്ന് തോന്നുന്നു, മേ ബി. ഓക്കെ, അപ്പൊ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്?
ഇവിടെ നമുക്ക് ഈ രീതിയിൽ 2 നമ്പർ ആഡ് ചെയ്തപ്പോൾ മൂന്നാമത്തത് കിട്ടി. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെറും 3 നമ്പർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ 3 നമ്പർ മാത്രം തന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ആൻസർ പറയാൻ ആർക്കും എന്താ പറയാ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. 3 നമ്പർ തന്നിട്ടുണ്ട്, അത് അത്രയും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അത്രയും സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ നോക്കി എന്താണ് വരിക നോക്കി. സ്ലൈഡ് മാറിയില്ലേ? എന്താന്നറിയോ, ഇവിടെ നല്ല റെയിൻ ഉണ്ട്. അപ്പോ മാറിയല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് മേ ബി റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം. അവിടെ നല്ല റെയിൻ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം അല്ലേ? ഓക്കെ, കൂടുതൽ പേരും. ഓക്കെ, നോക്കാം. അപ്പൊ സ്ലൈഡ് മാറിയല്ലോ ശിവദാസ്. എന്നാ ഇനി ആൻസർ പറഞ്ഞോളൂ. ശിവദാസ് ഇപ്പൊ ആൻസർ പറയും. ഇവിടെ അതെ, ദീപക്കും പറയുന്നത് നല്ല റെയിൻ ആണെന്നാണ്. യെസ്. അപ്പൊ അതിന്റെയാണ് ഇപ്പം മൊത്തത്തില്. അപ്പൊ ഇവിടെ ആൻസർ കമന്റ് ചെയ്യണത് എ ഓപ്ഷൻ ആണോ? ഇപ്പൊ കുറെ പേര് എ എന്ന് പറഞ്ഞു, കുറെ പേര് സി എന്ന് പറഞ്ഞു, കുറെ പേര് ഇത് വളരെ എളുപ്പമാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിന്ന് എങ്ങനെ ഇത് കിട്ടുന്നു എന്നുള്ളത് നോക്കുക. ഇതിന്ന് എങ്ങനെ ഇത് കിട്ടുന്നു നോക്കുക. ഇത്രേ ഉള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്ത്, ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പർ എങ്ങനെ കിട്ടാന്നാണ് സത്യത്തിൽ നമ്മൾ നമ്പർ സീരീസിൽ കാണേണ്ടത്. ലെറ്റർ സീരീസിലും അത് തന്നെയാണ്. ഡിഫറൻസ് നോക്കുക എന്ന് പറഞ്ഞാലും ഒരു നമ്പറിന് എങ്ങനെ നെക്സ്റ്റ് കിട്ടും എന്നാണ് സത്യത്തിൽ നമ്മൾ നോക്കുന്നത്. സോ എന്തായിരിക്കും വരിക? പക്ഷെ എനിക്ക് കറക്റ്റ് ആൻസർ ഇതുവരെ കിട്ടിയില്ലല്ലോ. വെറും 3 നമ്പറേ ഉള്ളൂ. അത് കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, സിമ്പിൾ ഓപ്പറേഷൻ ആണ്. ആരും ഇങ്ങോട്ട് പറയുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. ഈ 36 കണ്ടാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ക്വയർ നമ്പറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ക്വയർ ക്യൂബ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഈ 36 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 6 സ്ക്വയർ ആണ്. ഇതാണ് ഇവിടെയുള്ള ഹിന്റ്. ഇനി നിങ്ങൾ പറഞ്ഞോളൂ, 6 × 6 36 ആണ്. ഇതാണ് ഹിന്റ്. ഇനി നിങ്ങൾ കറക്റ്റ് ആൻസർ പറയും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇവിടെ ആരായിരിക്കും പറയുന്നത്? എത്രയാ? 8 ആണ് ആൻസർ. സമാധാനം, ഒരാളെങ്കിലും ആൻസർ പറഞ്ഞു. ഓക്കെ. അപ്പൊ അരുൺ 8 ആയിരുന്നു ഉദ്ദേശിച്ചത്, മാറിപ്പോയതാണെന്ന് തോന്നുന്നു. സോറി 8 എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. സോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ. അപ്പൊ അതിലുള്ള ന്യൂമാൻ ആൻസറിന്റെ സ്റ്റെപ്പ് അടക്കം കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നമ്പർ ആണെങ്കിൽ സിമ്പിൾ ഓപ്പറേഷൻ ആയിരിക്കും. അല്ലാതെ നമുക്ക് കുറെ കാൽക്കുലേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനും നമുക്ക് ഇവിടെ സ്കോപ്പ് ഇല്ലല്ലോ. ഇപ്പൊ 6 × 6 ആണ് 36. അത് നിങ്ങൾക്ക് സ്ക്വയർ നമ്പർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലോജിക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നിങ്ങൾ 36 കാണുമ്പോൾ അത് 6ന്റെ സ്ക്വയർ ആണല്ലോ. 6 × 6 ഇവിടെ ഉണ്ട്. മേ ബി ഇത് ഡിജിറ്റ് ബൈ ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണോ, അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 × 6 ആണോ 80 എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ആണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്താ വേണ്ടത്? 1 × 8 വരിക. എന്താ 1 × 8? 8 ആണ് വരിക. ഇവിടെ 6 × 6 ചെയ്തു, 36 കിട്ടി. പിന്നെ 3 × 6 ചെയ്തു, 18 കിട്ടി. ഇനി 1 × 8 എന്ന് പറഞ്ഞാൽ 8 ആണ് വരിക. സോ അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം. സോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞു. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇതെന്താ വരണത് നോക്കിയേ. ഇത് ഈ ഒരു ഗ്യാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഇടാൻ കാരണം ഇതിൽ 3 തരം ഓപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്, ഒരേ രീതിയിലല്ല. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ അരുണ് പറയുന്നത് 83 ആണെന്നാണ്. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും പറയുന്നത്. സോ 61 + 6, 67 + 4, അതേപോലെ തന്നെ ഇവിടെ +2. ഇനി ഇവിടെ +6, ഇവിടെയോ +4. എന്ത് എളുപ്പമാണ് അല്ലെ? സോ 83 ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ 79 + 4 എന്ന് പറയുമ്പോൾ 83. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഞാൻ 15 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോ ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതും അതേപോലെ 2 ഓപ്പറേഷൻ ഉണ്ട്, പക്ഷെ വളരെ എളുപ്പമാണ്, ഒരു പണിയില്ല. എന്താ വരിക?
2 ഓപ്പറേഷൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ 2 ഓപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തവരായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുമെന്നാണ് കാണുന്നത്. കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കി, ഈ 2 നമ്പർ നോക്കിയേ, 24 12 36 18, അപ്പൊ 54 27. ഈവൺ ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യം പോലുമില്ല. നേരത്തെ ഇങ്ങനെ ഒരു അഡിഷന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 into 3 വരുന്നുണ്ട്, 18 into 3 വരുന്നുണ്ട് അല്ലെ. ഇത് നിങ്ങൾ സത്യത്തിൽ നോക്കണ്ട, ഇത് ഇറിലവന്റ് ആണ് അല്ലെ. സോ നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, താങ്ക് യു ഫോർ ലിസ്ണിംഗ്. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.